വിശദമായ വാർത്തകൾ നോക്കാം. നിമിഷപ്രിയ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്ത പിൻവലിച്ചതിൽ വിശദീകരണവുമായി AP അബൂബക്കർ മുസ്ലിയാർ. എക്സിൽ റീപോസ്റ്റ് ചെയ്ത വാർത്ത കാണാതായത് ANI നീക്കം ചെയ്തതിനെ തുടർന്നെന്നും വിശദീകരണം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കാന്തപുരം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് AP അബൂബക്കർ മുസ്ലിയാർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ആദ്യം തന്നെ പറയട്ടെ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അദ്ദേഹത്തിന്റെ ഓഫീസോ ആ പോസ്റ്റ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നത്. അത് തീർത്തും നിരാകരിക്കുകയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. നമ്മളിപ്പോൾ ആ ഓഫീസിന്റെ മുൻപിലാണ്, ഇവിടെ കാരന്തൂരിലാണ് ഉള്ളത്. കൃത്യമായി അവർ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ അതേ വാർത്താക്കുറിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. ഈ വാർത്താക്കുറിപ്പ് സംബന്ധിച്ച് ദേശീയ മാധ്യമ ഏജൻസി ആയിട്ടുള്ള ANIയിൽ ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു. അതായത് ഈ നിമിഷപ്രിയയുടെ വധക്കേസ് റദ്ദാക്കാൻ ധാരണയായി എന്ന തരത്തിൽ നമ്മളടക്കം നൽകിയ ആ വാർത്ത, അത് ANI ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്നു. അതിൽ ANI നൽകിയ വാർത്ത കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന ഔദ്യോഗികമായ എക്സ് പേജിൽ അത് റീട്വീറ്റ് ചെയ്തിരുന്നു, റീപോസ്റ്റ് ചെയ്തിരുന്നു. ആ റീപോസ്റ്റ് ചെയ്ത വാർത്തയ്ക്ക് പിന്നാലെ കേന്ദ്രം ഇന്ന് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇല്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് വിശദീകരിച്ചു. കേന്ദ്ര സർക്കാർ പറഞ്ഞത്, വ്യക്തികൾ നൽകുന്ന വിവരങ്ങൾ വിശ്വസിക്കരുത് എന്ന തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. നേരത്തെ തന്നെ തുടക്കത്തിൽ, അതായത് ജൂലൈ 16 നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് സംബന്ധിച്ച കാര്യം തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഈ ഒരു സംഭവം നിഷേധിച്ച പശ്ചാത്തലത്തിൽ ANI എന്ന് പറയുന്നത് ഒരു ദേശീയ മാധ്യമ ഏജൻസിയാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ വന്ന ഒരു വാർത്ത അവർ പിൻവലിക്കും. അങ്ങനെ ANIയുടെ ട്വിറ്ററിൽ നിന്നും എക്സിൽ നിന്നും നീക്കം ചെയ്തു. അതോടുകൂടി ഈ വാർത്ത കാന്തപുരത്തിന്റെ എക്സ് പേജിൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ എക്സ് പ്രൊഫൈലിൽ കാണാതായി എന്നുള്ളതാണ് വസ്തുത. അല്ലാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിങ്ങോ ഇത് സംബന്ധിച്ച ഒരു വാർത്തയും നീക്കം ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ANIയുടെ വാർത്ത, ഷെയർ ചെയ്യപ്പെട്ട വാർത്ത, അത് ANI ആ ട്വീറ്റ് പിൻവലിച്ചതോടെ, ആ എക്സ് പോസ്റ്റ് പിൻവലിച്ചതോടെ ആ റീപോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അത് സ്വാഭാവികമായും സാങ്കേതികമായും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്, സ്വാഭാവികമായ കാര്യമാണ്. പലരും തെറ്റിദ്ധരിച്ച് അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആ വാർത്ത, അല്ലെങ്കിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ ആ വാർത്ത ഔദ്യോഗിക പേജിൽ നിന്നും ഒഴിവാക്കി എന്ന തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത നൽകിയത്. അത്തരം തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തയിലല്ല നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. കാന്തപുരം ഇപ്പോഴും വ്യക്തമാക്കുന്നത്, ഇപ്പോഴും പോസിറ്റീവായ രീതിയിൽ നോർത്ത് യമനിൽ ഇപ്പോഴും ഇന്നും ചർച്ചകൾ പുരോഗമിക്കും. ഇന്നിപ്പോൾ അവിടെ 12 മണിയാവുമ്പോൾ മാത്രമാണ്, രാവിലെ ഇന്ത്യൻ സമയം 10 മണിയാവുക. അതിനുശേഷമായിരിക്കും അവിടെ ഇത്തരം ചർച്ചകൾ പുരോഗമിക്കുക എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, നിമിഷപ്രിയയുടെ വധശിക്ഷയും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാന്തപുരവും അദ്ദേഹത്തിന്റെ ഓഫീസും. ശരി, നിമിഷപ്രിയ വധശിക്ഷ ഒഴിവാക്കിയെന്ന വാർത്ത പിൻവലിച്ചതിൽ വിശദീകരണവുമായി AP അബൂബക്കർ മുസ്ലിയാർ. എക്സിൽ റീപോസ്റ്റ് ചെയ്ത വാർത്ത കാണാതായത് ANI നീക്കം ചെയ്തതിനെ തുടർന്നെന്ന വിശദീകരണം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കാന്തപുരം. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.